ഞങ്ങൾ ഗ്രീനർ ലൈഫ് ഈ പ്രാവശ്യം കലണ്ടർ ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തീം കുട്ടികളാണ്. പുസ്തകം അവിടെ ഗ്രീനറിയിൽ വെച്ച് ഞങ്ങളെടുത്ത ചിത്രങ്ങൾ അങ്ങനെ ചെറിയൊരു മെമ്മറി ചേർത്തുണ്ടാക്കിയ ഒരു കലണ്ടറാണ്. ആ ചെറുപ്പത്തിലെ ആ കുളവും പാടവരമ്പും ചെയറും വീതികളും അത് കുട്ടികൾക്ക് നൽകുന്ന ഒരു അനുഭവമുണ്ട്, പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവമാണ്. അതുകൂടെ ചേർത്തുകൊണ്ടാണ് ആ കലണ്ടർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ കുറച്ച് മുന്നായിട്ട് ആലോചിച്ചായിരുന്നു ഒരു കലണ്ടർ ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. പല ഐഡിയാസും വന്നിട്ടുണ്ടായിരുന്നു, കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സാധനങ്ങളും ഓൾറെഡി ഡിസൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ പിന്നെ ഈ ഒരു തീമിലോട്ട്, കുട്ടികൾ എന്നുള്ളൊരു തീമിലോട്ട് എത്താനുണ്ടായ ഒരു ഇതെന്ന് വെച്ചാൽ, ഗ്രീനറൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഗ്രീൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഈ നേച്ചറിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേച്ചറിന്റെ വില ഇങ്ങനെ മനസ്സിലാക്കിപ്പിക്കാം എന്നൊക്കെ ഒരു ഐഡിയ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഗ്രീനറിയിൽ വെച്ച്. കുറേ കുട്ടികൾ വന്നു. അവരെ ഇഷ്ടത്തിന് വിടാ ചെയ്തത്. ഗ്രീനറിയിൽ അവര് പഴങ്ങൾ പറിച്ചെടുക്കാനോ ഇലകൾ പെറുക്കാനോ കുളത്തിൽ നീന്താനും അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവരന്ന് ഒരു ദിവസം ഗ്രീനറിയിൽ ചെയ്തത്. അത് ഞങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുക ചെയ്തത്. അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. ചളിയിൽ ഇറങ്ങരുതെന്നോ വെള്ളത്തിൽ ഇറങ്ങരുതെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മളന്ന് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒപ്പിയെടുത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ ഇപ്പോൾ അസ്ലംക പറഞ്ഞു, ആ ഒരു കഥ പറഞ്ഞു, കളർഫുൾ ക്രയോൺസ് ഒക്കെ പാരന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇല്ല, അവരുടെ ലൈഫ് കളർഫുൾ ആക്കാനുള്ള റിസോഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. മുസ്തഫാക്ക് പറഞ്ഞു മുസ്തഫാഖിന്റെ മക്കളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രകടനം നടത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഗ്രീനറി ലൈഫിനെ ഗ്രീനറിനെ പറ്റി നോക്കുമ്പോൾ നമ്മളൊരു നാച്ചുറൽ സ്പേസ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, സ്പേസസ് ഉണ്ടാക്കുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് എന്നുള്ളത്. അപ്പൊ മുസ്തഫാഖ് ഗ്രീനർ ഉണ്ടാക്കി ഒരു ഇക്കോസിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ മുസ്തഫാഖ് മരിക്കുമ്പോൾ ഒരിക്കലും അത് കൂടെ കൊണ്ടുപോകില്ല, അതിവിടെ ബാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും. പക്ഷെ അതിനെ എൻജോയ് ചെയ്യാൻ പോകുന്നത് അടുത്ത തലമുറയായിരിക്കും. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സ്പേസസും ഓരോ കാര്യം, ഇപ്പൊ ഈ ഇല അടക്കം നമ്മളെ കാലശേഷം ഇല നോക്കുന്നത് ഇതിന് ഇൻസ്പയർ ആവുന്ന അടുത്ത ജനറേഷനായിരിക്കും. പക്ഷെ ആ അടുത്ത ജനറേഷന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണം. എന്താണ് നമ്മളെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന റിസോഴ്സിന്റെ ഒരു വില മനസ്സിലാക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ തീം സെറ്റ് ചെയ്തത്. അപ്പൊ ഈ കലണ്ടർ ഇതിന്റെ തീമും കാര്യങ്ങളൊന്നും നമ്മൾ ഫസ്റ്റ് ടീമിനെടുത്ത് പറയാൻ ഡിസ്കസ് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മൾ മുന്നിർക്കാണ് ഇത് ഡിസൈൻ ചെയ്ത്. ഞങ്ങളിത് ഡിസൈൻ ചെയ്ത് അതിന്റെ ഓരോ ഫോട്ടോസ് ചൂസ് ചെയ്തതും ഓരോ ഫോട്ടോസിനും ഓരോ അർത്ഥങ്ങളുണ്ട്, ഓരോ ഒബ്സർവേഷൻസ് ഉണ്ട്. കുട്ടികളും പ്രകൃതികളിൽ ഓരോ ഒബ്സർവേഷൻസ് ഉണ്ട്. അതിന് കൊടുത്ത ഓരോ കോട്ടുകൾ കുട്ടികളെ പറ്റിയുള്ള റിസർച്ച് പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള കോട്ടുകളാണ്. കുട്ടികളെ വളർച്ചയെ പറ്റിയിട്ട്, ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്, അവരുടെ മനസ്സിനെ പറ്റിയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് വായിച്ച് അതിൽ നിന്ന് എടുത്ത കുറെ കോട്ടുകളുണ്ട്. അങ്ങനെ ഒരു എഫേർട്ടായിരുന്നു ആ ഒരു കലണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തുചേർന്നിട്ടാണ് നമ്മൾ ആ കലണ്ടർ ഡിസൈൻ ചെയ്തത്. അപ്പൊ നമുക്കത് നല്ലൊരു വേദിയിൽ വെച്ച് ഒരുപറ്റ നല്ല മനുഷ്യരെ മുന്നിൽ അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സ്പേസിനും അങ്ങനത്തെ ഒരു ടൈമിനും വേണ്ടി കാത്തിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഗ്രീനർ ലൈഫ് നടത്തുന്ന ഗ്രീൻ ഗ്രിഡ് എന്നുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്കത് പ്രകാശനം നടത്താം. അതിന് നല്ലൊരു സ്പേസ് വേണം, അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ആള് വേണമെന്നൊക്കെ ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മൾ ഇല ചൂസ് ചെയ്യുന്നതും നജീബ് ഖാനെ ചൂസ് ചെയ്യുന്നതും. കാരണം ഇലനായിട്ട് നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അസ്ലംക്ക് അത് ഡിസൈൻ ചെയ്തു, അതേപോലെ നജീബ് അത് അടുത്ത ജനറേഷന് വേണ്ടി സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. അതിന് ഒരുപാട് കണക്ഷൻസ് നമ്മൾ തമ്മിൽ ആ ഒരു തോട്ട് പ്രോസസ് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കലണ്ടർ ഡിസൈൻ ചെയ്യാനുണ്ടായതും പിന്നെ അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെല്ലാവരും മുന്നിൽ പ്രകാശനം ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമുണ്ട്.